പ്രതീകമായും നിലകൊണ്ട പുണ്യജീവിതത്തിന്റെ ചാതുല്യമാനമായ പ്രകാശപ്രഭ വാരി വിതറി വ്യാപിച്ച നൂറ്റാണ്ടുകളിലൂടെ ജനതകളെ ചൈതന്യം കൊണ്ട് നയിച്ച വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്ന് അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങുന്ന പതിനായിരങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിനോടനുബന്ധിച്ച് കോഴി നേർച്ച നടത്തുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന നാനാജാതി മതസ്ഥരായ ഭക്തജനങ്ങളെ ഈ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തന്നെ അന്ന് വേണമെങ്കിൽ നമുക്ക് സ്വർണം ഇടിയിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നേർച്ചയായിട്ടൊക്കെ ഇടാണ്, മാല പോലെയൊക്കെ. അതല്ല അമ്മൻ്റെ കച്ചക്ക് നമ്മൾ മെയ് 1-ാം തീയതി നിന്നാണ് പുള്ളിക്കാരൻ ഇറങ്ങുന്നത്. അത് ഞങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ അടുത്തടുത്ത് നിൽക്കുന്ന ആൾക്കാരെ എടാ നീ എന്നൊക്കെ പറയില്ല, പേര് പറയേണ്ട കാര്യമില്ല. 1-ാം തീയതി ഇറക്കും. 1-ാം തീയതി രൂപ ഇറങ്ങും. അപ്പൊ 40 മണി 40 മണി ആരാധന എന്ന് പറഞ്ഞത് നമ്മൾ ഈ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഒരുക്കമാണ്. 40 മണി 3 ദിവസം കൊണ്ടാണ് തീരുന്നത്. ഓക്കെ ഓക്കെ. 24 അങ്ങനെ പറ്റില്ല, അത് 3 ദിവസം കൊണ്ടാണ് തീർക്കണമെന്ന് പറഞ്ഞത്. 6 മണിക്കത്തെ കുർബാനയ്ക്ക് ശേഷം അത് നമ്മൾ സെറ്റാക്കും. പിന്നെ പിറ്റേ ദിവസം കാലത്ത് അടുത്ത കുർബാനയ്ക്ക് മുമ്പ് സെറ്റാക്കും. വൈകുന്നേരം അതിന് 6 മണി കഴിയുമ്പോഴത്തേക്ക് അത് സെറ്റാക്കും. നൂറ്റാണ്ടുകളായി പുണ്യജീവിതം നയിച്ച് ഒരു വിശുദ്ധനായി ലോകം മുഴുവൻ അറിയപ്പെടുന്ന സെയിൻറ്റ് ജോർജ്, അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചു വരുന്ന പ്രധാനപ്പെട്ട വിഷയം. പ്രിയമുള്ളവരെ, യാക്കോബായ സഭയിലും ഓർത്തഡോക്സ് സഭയിലും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ കേരളത്തിലെ പല ദേവാലയങ്ങളും ഈ ഒരു സെയിൻറ്റ് ജോർജ് എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ പ്രത്യേകമായി ഇംഗ്ലണ്ടിൻ്റെയും ജോർജിയയുടെയും രക്ഷാധികാരിയായി അറിയപ്പെടുന്ന ഒരു വിശുദ്ധനാണ് ഇദ്ദേഹം. 2-ാം വത്തിക്കാൻ സൂനോദോസോടു കൂടെ തന്നെ ഈ ഒരു വിശുദ്ധനെ ഡീക്കനൈസേഷൻ ചെയ്തു എന്നുള്ളത് സത്യത്തിൽ ഇന്ന് പല ക്രിസ്ത്യാനികൾക്കും അറിയില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. എന്താണ് ഡീക്കനൈസേഷൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാധാരണ ഒരു വിശുദ്ധനെ ഔദ്യോഗികമായി കാനോനിൽ നിന്ന് കത്തോലിക്ക സഭയുടെ അംഗീകൃത വിശുദ്ധ പട്ടികയിൽ നിന്നും താഴേക്ക് മാറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ആ പട്ടികയിൽ നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഡീക്കനൈസേഷൻ എന്നറിയപ്പെടുന്നത്. ഇവിടെ ഈ വിശുദ്ധനെ എന്ത് ചെയ്തു? സെയിൻറ്റ് ജോർജിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്കിനി സെയിൻ്റ് എന്ന് അദ്ദേഹത്തെ വിളിക്കണമോ എന്നുള്ളതും ഒരു വളരെ കൗതുകരമായൊരു ചോദ്യം തന്നെയാണ്, ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ചരിത്രപരമായി യാതൊരു തെളിവും ഇദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് കൊണ്ട് 1962 1965 ഇടയിൽ നടന്ന 2-ാം വത്തിക്കാൻ സൂനോദോസിനോട് കൂടി തന്നെ ആ കൗൺസിലിൽ വളരെയധികം ചർച്ചാ വിഷയമാകുകയും ചില വിശുദ്ധരെ കുറിച്ച് ചരിത്രപരമായി തെളിവില്ലാത്തത് കൊണ്ട് തന്നെ ഈ പട്ടികയിൽ നിന്നും ഇദ്ദേഹത്തെ പോലെയുള്ളവരെ നീക്കം ചെയ്തു. അത്ഭുത പ്രവർത്തകരിൽ പ്രമുഖനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്ന് സർപ്പശല്യത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാനും നേർച്ചകാഴ്ചകൾ സമർപ്പിച്ച് കോഴി നേർച്ചയിൽ പങ്കെടുക്കുന്ന നാനാജാതി മതസ്ഥരായ ഭക്തജനങ്ങൾ പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും നേർച്ചയിൽ പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പോലീസിന്റെ നിർദ്ദേശാനുസരണം രാത്രി 10 മണിവരെ മാത്രം ഗ്രൗണ്ടിനുള്ളിലേക്ക് കോഴി പാചകം ചെയ്യുന്നതിന് പ്രവേശിക്കുകയും 11 മണിവരെ പാചകം അനുവദിക്കുന്നതുമാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ പുണ്യഭൂമിയെ മലിനമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പുകവലി, മദ്യപാനം, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഇവയൊന്നും തന്നെ കർശനമായി ഇവിടെ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. കോർപ്പറേഷന്റെ നിർദ്ദേശാനുസരണം വേസ്റ്റ് ഗ്രൗണ്ടിൽ ക്രമീകരിച്ചിട്ടുള്ള ബിന്നുകളിൽ കൃത്യമായി നിക്ഷേപിച്ച് പരിസര ശുചിത്വം പാലിക്കേണ്ടതാണ്. ഗ്രീൻ പ്രോട്ടോകോളും COVID-19 മാനദണ്ഡങ്ങളും കർശനമായി പാലിച്ച് സഹകരിക്കുവാൻ ഭക്തജനങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെയും വോളണ്ടിയർമാരുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും CCTV ക്യാമറകൾ ഗ്രൗണ്ടിൽ പൂർണ്ണമായും കാണത്തക്ക വിധത്തിൽ ക്രമീകരിച്ചിട്ടുള്ളതിനാൽ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും ഉള്ളതുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം എല്ലാവരും ഒത്തുചേർന്ന് ഇവിടെ സംജാതമാക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു.
അനുദിന വിശുദ്ധനായി ആദരിച്ചിരുന്ന വ്യക്തികളിൽ ഏപ്രിൽ 23-ാം തീയതി ഫീസ്റ്റായി ആഘോഷിച്ചിരുന്ന ഒരു വിശുദ്ധനാണ് സെയിന്റ് ജോർജ് എന്ന് പറയുന്ന ആൾ. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കഥകളോ ചരിത്രമോ വ്യാളിയെ കൊന്നു എന്ന് പറയപ്പെടുന്ന കൗതുകരമായ ഇതിഹാസമോ ഇദ്ദേഹം ജീവിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു വെറും കഥ അല്ലെങ്കിൽ ഒരു മിത്തോളജി, ഒരു ഐതിഹ്യത്തിൻ്റെ പശ്ചാത്തലം മാത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വിശുദ്ധ പദവിയിൽ നിന്നും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങനെ ഈ ഒരു ഏപ്രിൽ 23-ന് ആഘോഷിച്ചിരുന്ന ആ ഫീസ്റ്റ് ആ കലണ്ടറിൽ നിന്നും പൂർണ്ണമായി നീക്കം ചെയ്തു എന്നുള്ളതാണ് രണ്ടാം വത്തിക്കാൻ സൂനോദോസിന്റെ കൗൺസിലിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. എന്നാൽ ഇന്നും നമ്മുടെ ദേവാലയങ്ങളിൽ പ്രത്യേകിച്ച് പണം വീഴുന്ന വിജാതീയ ആരാധനകളും ആചാരങ്ങളും നടന്നു വരുന്ന അനേകരെ കബളിപ്പിക്കുന്ന ഒരു പ്രമുഖനായ പാമ്പ് പിടുത്തക്കാരനായി ഇദ്ദേഹം ഇന്നും വിളയാടുന്നു. ഇന്നും അദ്ദേഹത്തിനെ കുറിച്ചുള്ള കഥകളും കവിതകളും പാട്ടുകളും കേരളത്തിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും പാറിപ്പറന്ന് നടക്കുന്നു എന്നുള്ളത് ക്രിസ്ത്യാനിയെ നാണം കെടുത്തുന്ന ഒരു ചരിത്രമായി അവശേഷിക്കുകയാണ് എന്നുള്ളത് യാതൊരു വിധത്തിലും പറയാതിരിക്കാൻ വയ്യാത്തൊരു സത്യം തന്നെയാണ്. ഒരുപക്ഷെ ഈ ഒരു സത്യം കൂടി വിളിച്ചു പറയുമ്പോൾ ഇനി ആരൊക്കെയാണ് നമുക്കെതിരെ വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇതുവരെ ഉണ്ടായിരുന്ന എണ്ണത്തിൽ കൂടാൻ സാധ്യതയുണ്ട്. കാരണം യാക്കോബായ ഓർത്തഡോക്സ് വിശ്വാസികളും ഒരൊറ്റ വീട്ടിൽ പോലും ഈ ഒരു ഗീവർഗീസ് സഹദായുടെ ഫോട്ടോ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു വിഗ്രഹമില്ലാത്ത ഒരൊറ്റ വീട് പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. എന്തുമാകട്ടെ, നമ്മുടെ പ്രമുഖ പാമ്പ് പിടുത്തക്കാരൻ കോഴിയെ കൊടുത്ത് പാമ്പിനെ ഓടിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി കോഴി നേർച്ച നടത്തുന്ന നമ്മുടെ വിശ്വാസികൾ എത്രത്തോളം അധപതിച്ചു എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ലിറ്റർജിക്കൽ കലണ്ടറിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റം ചെയ്തത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫീസ്റ്റായി അറിയപ്പെടുന്ന ഏപ്രിൽ 23 ദിവസം ഇദ്ദേഹത്തെ ഇതിൽ നിന്നും മാറ്റിയത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത് സെയിന്റ് ജോർജിന്റെ കഥയ്ക്ക്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വ്യാളിയെ കൊന്നു എന്ന് പറയുന്ന കഥയ്ക്ക് യാതൊരുവിധ ചരിത്ര പശ്ചാത്തലവുമില്ല, യാതൊരുവിധ അടിസ്ഥാനവുമില്ല. മാത്രമല്ല, ഒരു വ്യാളി എന്ന് പറയുന്നത് 3-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പറയപ്പെടുന്ന ഐതിഹാസിക കഥകളൊക്കെ വരുന്നത്. ചിന്തിക്കാൻ കഴിവുള്ള ക്രിസ്ത്യാനിക്ക് സ്വാഭാവികമായും ഇദ്ദേഹത്തിൻ്റെ വിശുദ്ധ പദവിയെക്കുറിച്ച് ചരിത്രങ്ങളോ കഥയോ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വ്യാളി കഥയെല്ലാം പുറത്തു വരും. അങ്ങനെ വരുമ്പോൾ 3-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ ഡയക്ലീഷ്യന്റെ കാലത്തോ ഇങ്ങനെ ഒരു വ്യാളിയെക്കുറിച്ച് യാതൊരുവിധ ചരിത്ര പശ്ചാത്തലമോ യാതൊരുവിധ കഥയല്ലാതെ ഐതിഹ്യമല്ലാതെ ഒരു തെളിവും ഇല്ലാതിരിക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിശുദ്ധ പദവിയെ ഒരുപക്ഷെ നാളെ കളിയാക്കാൻ പോലും സംഭവിച്ചേക്കാം എന്നുള്ളത് കൊണ്ട് 1969 ജനറൽ റോമൻ കലണ്ടർ പരിഷ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ലിറ്റർജിക്കൽ കലണ്ടറിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ പേര് നീക്കം ചെയ്യുകയാണ്, തരം താഴ്ത്തുകയാണ് ഉണ്ടായത് എന്നുള്ളത് സത്യം തന്നെയാണ്. സഹദായെക്കുറിച്ചുള്ള കഥകളും ഐതിഹ്യമായിട്ടുള്ള ഒരുപാട് പാരമ്പര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നത് വളരെ രസകരമാണ്. ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന 3-ാം നൂറ്റാണ്ടിൽ ഡയക്ലീഷ്യന്റെ റോമൻ സൈന്യത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഒരു സൈഡിൽ ചരിത്രം പറയുന്നു. എന്നാൽ പല കഥകൾ പല രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. എന്ത് തന്നെയാകട്ടെ, അവിടെ ഉണ്ടായിരുന്ന ഒരു രാജാവിൻ്റെ മകളെ ഒരു വ്യാളിക്ക് കാഴ്ചവെക്കേണ്ട ദിനം വന്നപ്പോൾ അതുവരെ അനുദിനം ഈ വ്യാളി ഓരോ മനുഷ്യരെ കാഴ്ചവെക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ ഈ വ്യാളി വിഴുങ്ങുകയും ചെയ്തിരുന്നു. അവിടെയൊന്നും പ്രത്യക്ഷപ്പെടാത്ത ഈ ഒരു റോമൻ പടയാളി അല്ലെങ്കിൽ നമ്മുടെ സഹദ ഇതാ രാജ്ഞി വന്നപ്പോൾ അല്ലെങ്കിൽ രാജപുത്രി വന്നു കഴിഞ്ഞപ്പോൾ ഇതാ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അവളെ രക്ഷിക്കുകയും അവൾക്ക് വേണ്ടി ഈ വിശുദ്ധൻ എന്തോ യുദ്ധം ചെയ്ത് ഈ വ്യാളിയെ കൊന്നു എന്നൊക്കെയുള്ളതാണ് ഒരു സൈഡിലെ ഒരു കഥകൾ എല്ലാം പോകുന്നത്. ഗീവർഗീസ് സഹദയുടെ കഥയെക്കുറിച്ച് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറയുന്നത്, നിങ്ങളുടെയൊക്കെ വിരൽ തുമ്പിൽ ഈ കാര്യങ്ങൾ കിടക്കുക, നിങ്ങൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറയുന്ന ഒരു കാര്യം ഇതാണ്: ലിഡിയയ്ക്ക് സമീപം, ലിഡിയ എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപം ഒരു കടൽ രാക്ഷസനുണ്ടായിരുന്നു. ഈ കടൽ രാക്ഷസനിൽ നിന്നും ആന്റോമിഡിയ രക്ഷിച്ച പെർസിയാസിലെ ഒരു ഇതിഹാസ കഥയുണ്ട്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു രാക്ഷസനിൽ നിന്നും ഒരു വ്യക്തിയെ രക്ഷിച്ച ഒരു ഇതിഹാസ കഥ അക്കാലത്ത് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആ കഥയുടെ ക്രിസ്ത്യൻ വെർഷൻ ആയിരിക്കാം എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക നമ്മളോട് പറയുന്നത്. ഇനി കത്തോലിക്ക സഭ ഇപ്പോഴും ഇദ്ദേഹത്തെ വിശുദ്ധ പദവിയിൽ നിന്നും പൂർണ്ണമായി മാറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, അങ്ങനെ ഞങ്ങൾ മാറ്റാറില്ല. പകരം എന്ത് ചെയ്തു? ലിറ്റർജിക്കൽ ഓർഡറിൽ നിന്ന് എടുത്തു കളഞ്ഞു.
വിശുദ്ധ പദവിക്ക് യാതൊരു ചരിത്രമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് നീക്കം ചെയ്തു. എന്നാൽ ഇന്നും വിശുദ്ധനാണോ? തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിലും അല്ലെങ്കിൽ ജോർജിയയുടെയും രക്ഷകർത്താവായിട്ട് അല്ലെങ്കിൽ കേരളത്തിലെ വിവിധ ചർച്ചകളിലൊക്കെ വിശുദ്ധനായിട്ട് പറയുന്നത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, വിശുദ്ധ പദവിയിൽ നിന്നും പൂർണ്ണമായി നീക്കം ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. എന്നാൽ തരം താഴ്ത്തിയോ? തീർച്ചയായിട്ടും തരം താഴ്ത്തി. ഇനി എന്ത് ചെയ്തു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയേണ്ടി വരും. ഡീക്കനൈസേഷൻ നടത്തി. അപ്പോഴെന്താണ് സംഭവിച്ചത്? വിശുദ്ധനാണോ എന്നുള്ള കാര്യത്തിൽ സഭയ്ക്ക് യാതൊരുവിധ തെളിവുമില്ല. ഇനി എപ്പോഴാണ് ഇദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് വന്നത്? അതിനും പ്രത്യേകിച്ച് ചരിത്രപരമായ തെളിവുകളില്ല. അതായത് 5-ാം നൂറ്റാണ്ടോടുകൂടെ ഏകദേശം AD 498 തന്നെ ഏതോ ഒരു മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി എന്ന് പറയപ്പെടുന്നു. ക്ലെയിമുകൾ മാത്രമാണ്, യാതൊരുവിധ ചരിത്ര തെളിവുകളോ യാതൊരുവിധ പശ്ചാത്തലവും ഇല്ല. ഇങ്ങനെ ഒരു ആരാണ് ഇദ്ദേഹത്തെ വിശുദ്ധനാക്കി എന്നുള്ളത് പോലും ചില ക്ലെയിമുകൾ മാത്രമാണ്. അങ്ങനെ വിശ്വസിക്കുന്നു, അങ്ങനെയും പാരമ്പര്യമുണ്ട് എന്ന് മാത്രമാണ് ഇതിനും തെളിവുള്ളത്. അപ്പോൾ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിന് തെളിവില്ലെങ്കിൽ ഇനി ഡീക്കനൈസേഷൻ നടത്തി വിശുദ്ധനല്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ് ഈ കാര്യത്തിൽ സഭയുടെ പ്രധാനപ്പെട്ട നിലപാട്. എന്ത് തന്നെയാകട്ടെ, പണം കായ്ക്കുന്ന ഇടപ്പള്ളികളാകട്ടെ, ഇടത്വ ചർച്ചകളാകട്ടെ, പുതുപ്പള്ളി ആകട്ടെ, ഇനി വേണ്ട ഏത് സെയിൻറ്റ് ജോർജിൻ്റെ അറിയപ്പെടുന്ന ദേവാലയങ്ങളാകട്ടെ, ഇതെല്ലാം വിജാതീയ വിശ്വാസികളിൽ നിന്നും പണം കായ്ക്കുന്ന മരങ്ങളാകിയാൽ ഞങ്ങൾ ഒരിക്കലും ഇനി അതിനെ തരം താഴ്ത്തിയത് പുറത്തു വിടാനും പോകില്ല, ലോകത്തോട് വിളിച്ചു പറയാനും പോകുന്നില്ല. പകരം കിട്ടുന്ന സ്വർണവും പൊന്നും എല്ലാം ഞങ്ങളിങ്ങനെ കൂട്ടിവെച്ച് മുന്നോട്ട് പോകലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് തുടർന്നുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാ ഒരു എടപ്പള്ളി ചർച്ചിലുള്ള അവിടുത്തെ ഒരു ട്രസ്റ്റിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ മെയ് 1-ാം തീയതിയാണ് പുള്ളിക്കാരൻ ഇറങ്ങുന്നത്. അത് ഞങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ അടുത്തടുത്ത് നിൽക്കുന്ന ആൾക്കാരെ എടാ നീ എന്നൊക്കെ പറയില്ല, പേര് പറയേണ്ട കാര്യമില്ല. 1-ാം തീയതി ഇറക്കും. 1-ാം തീയതി രൂപ ഇറങ്ങും. അപ്പൊ 40 മണിന്ന് 40 മണി ആരാധന എന്ന് പറഞ്ഞത് നമ്മൾ ഈ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഒരുക്കമാണ്. 40 മണി 3 ദിവസം കൊണ്ടാണ് തീരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. 24 അങ്ങനെ പറ്റില്ല, അത് 3 ദിവസം കൊണ്ടാണ് തീർക്കണമെന്ന് പറഞ്ഞത്. 6 മണിക്കത്തെ കുർബാനയ്ക്ക് ശേഷം അത് നമ്മൾ സെറ്റാക്കും. പിന്നെ പിറ്റേ ദിവസം കാലത്ത് അടുത്ത കുർബാനയ്ക്ക് മുമ്പ് സെറ്റാക്കും. വൈകുന്നേരം അതിന് 6 മണി കഴിയുമ്പോഴത്തേക്ക് അത് സെറ്റാക്കും. അത് കഴിഞ്ഞിട്ട് ലതീഞ്ഞുണ്ട്. അതായത് 1-ാം തീയതി ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ല, പുറകിലാണ്. 25-ാം തീയതിക്ക് മുന്നേ, കൊടിയേറ്റത്തിന് മുന്നേയാണ് 40 മണി ആരാധന. നമ്മൾ പുണ്യാളിനെ കൊടിയേറ്റുന്നതിന് മുമ്പുള്ള ഒരുക്കമാണ്. ഓക്കെ ഓക്കെ. എന്നിട്ട് 1-ാം തീയതി പുറത്തേക്ക് ഇറക്കും. 1-ാം തീയതിക്ക് മുമ്പ് നമ്മൾ കൊടിയേറ്റണം. 25-ാം തീയതി കൊടിയേറ്റണ്ടേ, അല്ലാതെ പുള്ളിക്കാരനെ വെച്ച് പെട്ടെന്ന് പുറത്തിറക്കാൻ പറ്റുമോ? ആദ്യം നമ്മൾ എന്താ പറയാ, വിളംബരം ചെയ്യാന്ന് പറഞ്ഞ പോലെ പുള്ളിനെ പൊക്കി എന്താ മുകളിലോട്ട് കയറ്റി നാട്ടുകാരും ജനങ്ങളും മുഴുവനും കാണാനും മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തു വെച്ചു. കണ്ടാ, അത് 25-ാം തീയതി, കഴിഞ്ഞ മാസം 25-ാം തീയതി, ഏപ്രിൽ 25. അതെ. ഇത് ഡേറ്റ് വരുന്നതാണ്. ഡേറ്റ് വരുന്നതാണ് എല്ലാവരും അറിയിക്കുന്നത്. അതെ, ഇന്നലെ ഇറങ്ങാറായി. അത് കഴിഞ്ഞ് 5 ദിവസം, 5-6-ാം ദിവസം. ഓക്കെ ഓക്കെ. അത്യാവശ്യം പരിപാടികളുണ്ട്. 10-ാം തീയതി വരെ ഉണ്ട്. 15-ാം തീയതി വരെ ഉണ്ട്. അന്നാണ് ഈ പുണ്യാളനെ നമ്മൾ തിരിച്ച് അത് ഇറക്കം ഏറ്റവും അവസാനം എഴുതിയേക്കണേ. കുടിയിറക്കം ഉണ്ട് ഏറ്റവും അവസാനം, തുടർന്ന് കുടിയിറക്കം. അധികമുള്ള പരിപാടികളാണ് ഇതൊക്കെ. വിശുദ്ധ കുർബാന, 2 കുർബാന കഴിഞ്ഞിട്ടാണ് വിശുദ്ധനെ. അന്ന് വേണമെങ്കിൽ നമുക്ക് സ്വർണം ഇടിയിക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ നേർച്ചയായിട്ടൊക്കെ ഇടാൻ മാല പോലെ. അതല്ല, അതിൻ്റെ കച്ചക്ക് അങ്ങനെ ഇടിക്കാറൊക്കെ ഉണ്ടാവും. അതല്ല, അത് 1-ാം തീയതി ഇടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. 11 മണി മുതൽ ഇവിടെ 1-ാം തീയതി എടുത്തത്. നീ സൗകര്യം ഇല്ലല്ലോ. അല്ലടാ മോനെ, ഞാനിപ്പോൾ ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. 30, 31, 1 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നോക്കി, എഴുതിയിട്ടുണ്ടാ. സ്വർണ്ണാഭരണം അണിയിക്കൽ അവനവൻ്റെ കൊക്കിലൊതുങ്ങുന്ന രീതിക്ക് നേർച്ചയായിട്ട് നീ കൊടുക്കുകയാണെങ്കിൽ നിനക്ക് പുണ്യാളിൻ്റെ അടുത്ത് പോയി നിന്ന് കണ്ട് സെറ്റാക്കാം. അതൊക്കെ അനുഗ്രഹമാണ്. അതൊക്കെ അനുഗ്രഹത്തിനനുസരിച്ച് അവർ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചൊക്കെ ചെയ്യും. അല്ല, ഇത് ഇപ്പോൾ സ്വർണ്ണമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും?
അതൊക്കെ നമ്മൾ പള്ളി ചെലവിനായിട്ട് അതൊക്കെ ഒരു അസറ്റാണ് അതുമേല്. പള്ളിയുടെ അതുമേല് എന്നിട്ട് പുണ്യലിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ എല്ലാം കൂടി ചെയ്തു. ഇപ്പോൾ 1 ഗ്രാമൊക്കെ കിട്ടിയ എന്ത് കാണിക്കാൻ അതുമേല് നമ്മൾ കിട്ടിയ ഗോൾഡ് മുഴുവനും എടുത്ത് സേവ് ചെയ്തിട്ട് അത് നമ്മൾ ജ്വല്ലറി കൊടുത്തിട്ട് അതിനെ വലിയൊരു ഗോൾഡ് ആക്കിയിട്ട് പുണ്യാളിന് തന്നെ കയറ്റും. ഓക്കെ, മറ്റേ രൂപത്തുമ്പോൾ തന്നെ നല്ല രൂപം അങ്ങനെ ഇരിക്കണേ. വജ്രം വരെ ഉണ്ടായിരുന്നു. എന്തോ നേരത്തെ പള്ളി കയറ്റിയത് അതാണ് മെയിൻ രൂപം. ഇപ്പൊ നമ്മള് അകത്തേക്ക് കയറ്റിയേക്കണതാണ് മെയിൻ രൂപം. ഇതുണ്ട്. ഇപ്പൊ ഇത്രയും സ്വർണം ഇതിനകത്ത് കയറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും മുതലാണ് ഈ കാണുന്നത് മുഴുവൻ. ഇത് ഒറിജിനൽ വജ്രം. ഇതിപ്പോ അതെ അല്ല കച്ചറയൊന്നുമില്ല ഒന്നും. ഇവിടെ മുതലുണ്ടല്ലോ. കുതിരനെയും എല്ലാവർക്കും ഉണ്ടല്ലോ. കുതിരക്കും പാമ്പിനൊക്കെ ഉണ്ടല്ലോ. എല്ലാവർക്കും ഉണ്ട്. പാമ്പിനൊന്നുമില്ല, പാമ്പിന് ചൂലം മാത്രമേ ഉള്ളൂ. അതെ, ഇതൊക്കെ സ്വർണ്ണമാണ്. ഒരെണ്ണം പോലും അതായത് ആ രൂപം ഒഴിച്ച് ബാക്കിയൊക്കെ സ്വർണ്ണമാണ്. അതെ. ഇപ്പൊ ഈ പെരുന്നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനിയും കൂടുതലായിക്കൊണ്ടിരിക്കും. കൂടുതലും ഓരോ വർഷവും ഇങ്ങനെ കൂടിക്കൊണ്ട് എന്ന് വെച്ച് നമ്മളിപ്പോ ഇതിനും വേണ്ട ഇതിന്മേൽ കയറ്റാൻ പറ്റൂല. പള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഈ സാധനം എടുത്തേക്കാം. അതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയേയില്ല. ഇത് ഇന്നത്തെയാണിത്. ഇന്നത്തെ ഫോട്ടോ ഇപ്പൊ ഇരിക്കണ പുണ്യാളുടെ ഫോട്ടോ ആണ് ഈ കാണുന്നത് മുഴുവനും. ഞങ്ങള് വന്നപ്പോഴാണ് നമ്മ കണ്ടില്ലേ അകത്തേക്ക് കയറ്റിയത്. ഞങ്ങള് വന്ന വഴിയാണ് അകത്തേക്ക് കയറ്റിയത്. അതെ, അതാണ് ഇന്നത്തെ രൂപമാണ് ഈ കാണുന്നത്. രണ്ട് കൊല്ലം മുമ്പ് ഒരു ചേട്ടൻ 7 പവന്റെ സ്വർണം കയറ്റിയായിരുന്നു. 7 പവൻ. 2 കൊല്ലം മുമ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ എമൗണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം നീ. ഇന്നത്തെ എമൗണ്ട് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം അല്ല, 1 പവന്. അപ്പൊ 7 ലക്ഷം രൂപ കണ്ടെത്തണം. സംഭവം മുന്നേ തരുമായിരിക്കും, തന്നണ്ടായിരിക്കും. എന്നാൽ പോലും നമ്മളൊരു പരിമിതിയില്ല. എല്ലാ കാര്യം 8 ഗ്രാം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവൻ ചേട്ടൻ്റെ മുട്ടുകാലിൽ 2 ഓപ്പറേറ്റ് ചെയ്തതാണ്. കോപ്പാണ്, അരി വറുത്തെന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടി പോയിട്ട് മുത്തിപ്പോയ മനുഷ്യനാണ്. ഈ മുട്ട് മടക്കാൻ പറ്റാത്ത മനുഷ്യൻ ലാമ്പിൻ്റെ ഇടയിൽ കൂടി കുനിഞ്ഞ് അടി കൂടി പോയിട്ട് മുത്തി ഇങ്ങനെ എൻ്റെ പുറകെ കൂടി ഞാൻ പറഞ്ഞു ചേട്ടൻ എന്താ ചെയ്യുന്നു പറയും. ഇതിലേക്കൂടി ഞാൻ കയറ്റി വിടില്ലാന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ പുള്ളിക്ക് ഇടയിൽ കൂടി കയറണം. ഞാൻ പറഞ്ഞു പറ്റില്ല ചേട്ടാ, അത് ശരിയല്ല. കാരണം വെച്ചാൽ മറ്റുള്ളവർ മൂഞ്ഞാനല്ലല്ലോ ഈ ക്യൂ നിന്ന് വന്ന എത്രയും ദൂരം കപ്പയുടെ അപ്പുറത്തുനിന്ന് വന്ന ആൾക്കാരൊക്കെ എപ്പോൾ ഒന്നും നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഞാൻ പറഞ്ഞു ചേട്ടാ പറ്റില്ല, എൻ്റെ മുട്ട് 2 ഓപ്പറേഷൻ. ഇതൊക്കെ ശരിയാണ്. ചേട്ടനാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഞാനായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എന്നെ തെറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. എന്നിട്ട് പറഞ്ഞു ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ ചെയ്തോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മുട്ട് പാടില്ലാത്ത ചേട്ടൻ ഈ മുട്ട് മടങ്ങാതെ എങ്ങനെ ചേട്ടൻ അതിൻ്റെ ഇടയിൽ കൂടി അകത്ത് കയറി കയറും. തള്ളിയതാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്നെ പ്രാഗിയാലും എന്നെ ഇപ്പം നിനക്ക് മറ്റത് ആയിക്കോട്ടെ, നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ചു. നമുക്ക് നല്ലത് പറയാനേ പാട്ടുള്ളൂ. അല്ലാതെ പറയണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ അത് അല്ലല്ലോ നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഭാഷകളൊക്കെ. അത് നമുക്ക് വേറൊരു തട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാം. പുറത്ത് കാണും. അത് വേണമെങ്കിൽ. പക്ഷെ അത് ഈ പള്ളിയിൽ നടന്ന കാര്യങ്ങളൊന്നും പുറത്ത് ഉപയോഗിക്കാനും പാടില്ല. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കണം. നമ്മളൊന്നും ഒരു സാധനം പുറത്ത് കൊണ്ട് നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്ത് വരുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു മനസ്സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഗ്യാപ്പിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇത്തിരി വൈകിയാലും സന്തോഷമായിട്ട് നേരിട്ട് കാണാം. ആകെ കൂടി നമ്മൾ കൊല്ലത്തിൽ ഒരിക്കലാണ് ഇത്രയും സ്വർണ്ണാഭരണ ഭൂഷണമായിട്ട് നിൽക്കണ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ കമ്മിറ്റി ട്രഷറർ ഇവിടെ. വളരെ സാധാരണക്കാരായ ഒരു നിഷ്കളങ്കനായ ഒരു ചേട്ടൻ്റെ വാക്കുകളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിനുണ്ടായിരുന്ന എക്സ്പീരിയൻസുകളും കാര്യങ്ങളുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ഗീവർഗീസ് സഹദായുടെ ഈ വിഗ്രഹത്തിൽ മുഴുവൻ സ്വർണ്ണമാണിപ്പോൾ. കാരണം സ്വർണ്ണാഭരണ ഭൂഷിതയായി വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണാനുള്ള അവസരമാണ്. ആരും ആ അവസരം എന്ത് ചെയ്യരുത്, കളഞ്ഞു കുളിക്കരുത്. എങ്ങനെയെങ്കിലും പോയി ഈ സ്വർണ്ണാഭരണ ഭൂഷിതമായി വിഗ്രഹത്തെ കണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങണം. കഴിയുമെങ്കിൽ കോഴിയെ വെട്ടി അദ്ദേഹത്തിന് നേർച്ചയും ബലിയും കൊടുക്കണം എന്നുള്ളതാണ് ഈ ചേട്ടൻ വളരെ നിഷ്കളങ്കമായി ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ കേട്ടു. 7 പവൻ സ്വർണം മുതൽ
ചിലപ്പോൾ ചെറിയ തരി പൊന്നും അത് കൊടുക്കുന്ന അനേകരുണ്ട്, ഇവിടേക്ക് കൊടുക്കുന്നവർ. അങ്ങനെ ഓരോ വർഷവും കൊടുത്ത യാതൊരുവിധ സ്വർണവും ഉപയോഗപ്രദമാണ്, അതൊരിക്കലും ഞങ്ങൾ നശിപ്പിച്ചിട്ടില്ല. എന്ത് ചെയ്തു? കുറച്ച് വിശുദ്ധന് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കുന്തം സ്വർണമാണ്. ഇനി വേണ്ട, താഴെ ഇരിക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ആ രാജ്ഞി, അവൾക്കുള്ള കിരീടം പോലും സ്വർണമാണ്. ഞങ്ങളിനി കുറച്ചുകൂടി സ്വർണം കൊടുത്താൽ അടുത്ത തവണ പാമ്പിന്, വ്യാളിക്ക് കൂടി ഒരു സ്വർണത്തിൻ്റെ കിരീടം കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള വർഷങ്ങളിൽ മാക്സിമം സ്വർണം നിങ്ങൾ വിശുദ്ധൻ്റെ രൂപത്തിൽ ഇടാനായിട്ട് ശ്രമിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതിന് ഈ നോട്ടീസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവരുടെ നോട്ടീസിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. വിശുദ്ധനെ സ്വർണ്ണാഭരണങ്ങൾ അണിയിക്കാൻ 2 ദിവസം മാത്രമേ അവസരമുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. വിശുദ്ധനെ സ്വർണ്ണാഭരണം അണിയിക്കുക. എന്തിനാണ് ഈ വിശുദ്ധന് ഇത്രയധികം സ്വർണം? നമ്മൾ പുറപ്പാട് പുസ്തകം അതിൻ്റെ 32-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ, മോശ മലയിൽ നിന്നിറങ്ങാൻ താമസിച്ചു എന്ന് കണ്ടപ്പോൾ ജനം അഹറോന് ചുറ്റും കൂടി പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല. അപ്പോൾ അഹറോൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരുടെയും കാതുകളിലുള്ള സ്വർണ്ണവളയങ്ങൾ ഊരിയെടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ. ജനം തങ്ങളുടെ കാതുകളിൽ നിന്നും സ്വർണ്ണവളയങ്ങൾ ഊരി അഹറോന്റെ മുൻപിൽ കൊണ്ടുവന്ന് ചെന്നു. അവൻ അവ വാങ്ങി മോശയിൽ ഒരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു. അഹറോൻ പിന്നീട് മോശയുടെ മുൻപിൽ ന്യായീകരിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മോശ, ഞാനൊന്നും ചെയ്തില്ല, ഈ സ്വർണം മുഴുവൻ ഞാൻ ആ തീയിലേക്ക് ഇട്ടു, അവിടെ നിന്ന് തന്നെ ഒരു കാളക്കുട്ടി പുറത്തു വന്നു. ജനം മുഴുവൻ ആ കാളക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങി. നിനക്കറിയാലോ, ഈ ജനത്തിന് ഈജിപ്തിലെ തിന്മകളോട്, വിഗ്രഹങ്ങളോട്, സ്വർണ്ണ വിഗ്രഹങ്ങളോടുള്ള ഇവരുടെ അതിയായ ആർത്തി നിങ്ങൾക്കറിയാമല്ലോ എന്ന് മോശയോട് ചോദിക്കുന്ന അഹറോനെ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, യാതൊരുവിധ വ്യത്യാസവുമില്ല. വർഷങ്ങൾ 14,000 കഴിഞ്ഞു. ഈജിപ്തിൽ നിന്നും വന്ന ഇസ്രായേൽ ജനം പിന്നീട് പലായനം ചെയ്ത് കാനാൻ ദേശത്തെത്തി. വീണ്ടും ക്രിസ്തു അവിടെ വന്നു. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിനും മരണത്തിനും ഉദ്ധാനത്തിന് ശേഷം പിന്നെയും ഇതാ 2025 വരെ നമ്മൾ എത്തി. പക്ഷെ യാതൊരുവിധ മാറ്റവും നമുക്കില്ല. ഇന്നും ഈജിപ്തിലെ ജനം എങ്ങനെയായിരുന്നോ, സ്വർണത്തോടും സ്വർണ്ണ വിഗ്രഹത്തോടും അവർക്കുണ്ടായ അടിമത്തവും അവർക്കുണ്ടായ അവരിൽ നിന്നും പിരിയാൻ പറ്റാത്ത വണ്ണം ഉണ്ടായ സ്നേഹം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. വീണ്ടും വാക്യങ്ങൾ അതിൻ്റെ 7 വാക്യം മുതൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഉടനെ താഴേക്ക് ചെല്ലുക. നീ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? സ്വർണം കൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ച് അവർ ദൈവത്തെ ദുഷിപ്പിച്ചിരിക്കുന്നു. വീണ്ടും വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്നും അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു. അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നു. അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ പശ്ചാത്തലം വെച്ച് നമ്മൾ എടപ്പള്ളി ഒന്ന് പരിശോധിച്ച് നോക്കുക. എപ്പോഴും വിഗ്രഹാരാധകര് നമ്മൾ വിഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യായീകരണം കൊണ്ടുവരുന്നത് അത് വിജാതീയ വിഗ്രഹങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ പറയുന്നത് ക്രിസ്ത്യൻ ഐക്കണുകളാണ്, മറ്റേത് വിജാതീയ വിഗ്രഹങ്ങളാണ്. വിജാതീയർ ആരാധിക്കുന്നത് വിഗ്രഹങ്ങളും, ക്രിസ്ത്യാനിയുടെ വിശുദ്ധരാകട്ടെ, ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാകട്ടെ, അതെന്താണ്? അത് വിശുദ്ധമാണ്, അത് സ്വരൂപമാണ്, അത് ഐക്കണുകളാണ് എന്നാണ് പറയുന്നത്. ഇതാ 2ാം വത്തിക്കാൻ കൗൺസിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിശുദ്ധ പദവി ഡീക്കനൈസേഷൻ ചെയ്തിരിക്കുന്നു. ഇത് വെറും ഒരു ഐതിഹ്യ കഥ മാത്രമാണ് എന്നുള്ളത് പറയാതെ പറയുന്ന പരസ്യമായ രഹസ്യമാണെന്നുള്ളത് എല്ലാവർക്കും പരിശോധിച്ചാൽ അറിയാം. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഇദ്ദേഹം ക്രിസ്ത്യാനിറ്റിയുമായി യാതൊരുവിധ ബന്ധവുമില്ല, ചില ഐതിഹ്യ കഥകളിൽ നിന്നും മാത്രം കടന്നു വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിഗ്രഹം ഉണ്ടാക്കി വെക്കുമ്പോൾ അതെങ്ങനെ ക്രിസ്തീയമാകും? അത് 100% വിജാതീയ വിഗ്രഹം തന്നെയാണ്. അപ്പോൾ എടത്തുവ പള്ളിയിൽ ഇരിക്കുന്നത്, നമ്മുടെ എടപ്പള്ളി പള്ളിയിൽ ഇരിക്കുന്നത്, പുതുപ്പള്ളിയിൽ ഇരിക്കുന്നത്, ഇങ്ങനെയുള്ള പള്ളികളിൽ ഇരിക്കുന്നത് 100% വിജാതീയ വിഗ്രഹങ്ങൾ തന്നെയാണ്. അപ്പോൾ അവയ്ക്ക് കോഴി ബലി അർപ്പിക്കുന്നത്, കോഴിയെ കൊന്നുകൊണ്ട് അതിൻ്റെ രക്തവും അതിന് പണവും ഈ വിഗ്രഹങ്ങൾക്കും ഈ പറഞ്ഞ വിശുദ്ധനും ബലി അർപ്പിക്കുമ്പോൾ അത് എങ്ങനെയാണ് ദൈവം പരിഗണിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്നും അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു. അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിനെ ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു.
ദൈവത്തിൻ്റെ ക്രോധം ഇറങ്ങി വരികയാണ്. പ്രിയമുള്ളവരെ, ഇതിനെ എങ്ങനെ നമുക്ക് വെള്ളപൂശാൻ പറ്റും? അതായത് ഡിക്കനൈസേഷൻ ചെയ്ത ഇദ്ദേഹം വിശുദ്ധ പദവിയിലില്ല. അപ്പൊ വിശുദ്ധനല്ലാതിരിക്കെ ഇദ്ദേഹത്തിന്റെ വിഗ്രഹം ചർച്ചിലിരിക്കുമ്പോൾ ആ ചർച്ചിലിരിക്കുന്നത് വിഗ്രഹമല്ല, ഐക്കണാണ്, അത് ക്രിസ്തീയമായ ഒരു സ്വരൂപം മാത്രമാണ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഏതർത്ഥത്തിൽ നിങ്ങൾ അതിനെ ന്യായീകരിക്കും? നമ്മൾ വെള്ളടിക്കാൻ വരുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടുമാണ് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ നിങ്ങൾക്കിതിനെ ന്യായീകരിക്കാൻ പറ്റും? ഈ പറയുന്ന ഗീവർഗീസ് സഹദായുടെ ചിത്രമോ ഗീവർഗീസ് സഹദായുടെ വിഗ്രഹമോ സ്റ്റാച്ചുവോ സ്വരൂപമോ ഇരിക്കുന്നത് ക്രിസ്തീയമാണെന്ന് തെളിയിക്കാൻ കഴിവുള്ള ഏതെങ്കിലും വ്യക്തി, ഏതെങ്കിലും ഒരു ക്രിസ്തീയ നാമധാരിയോ ഒരുവനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങൾ തെളിയിച്ചു തരിക എങ്ങനെയാണ് ഇത് ക്രിസ്തീയമാകുന്നത്. സഭ ഇത് ഡീക്കനൈസേഷൻ ചെയ്തിരിക്കെ, വിശുദ്ധ പദവിയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കെ, എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വിഗ്രഹം അതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് അതിനെ തൊട്ടുമുത്താനും അതിനെ വന്ദിക്കാനും അതിനെ മാലയിടാനും സ്വർണ്ണമാലകൾ ഇടാനും അതിന് വീണ്ടും വീണ്ടും സ്വർണം കൊടുക്കാനും സാധിക്കുമെന്നുള്ളത് നിങ്ങളൊന്ന് എനിക്ക് പഠിപ്പിച്ച് തരിക, എന്നെ ഒന്ന് മനസ്സിലാക്കി തരിക. ഈ കേരള ജനതയ്ക്ക് നിങ്ങൾ ഇതിൻ്റെ വ്യക്തത കൊടുക്കുക. ഞാൻ ഈ ചലഞ്ച് വെക്കുന്നത് സാധാരണക്കാരനായ വിശ്വാസികളുടെ അടുത്തോട്ടല്ല. കഴിയുമെങ്കിൽ എടപ്പള്ളി പള്ളി വികാരിക്ക് സാധിക്കും, അല്ലെങ്കിൽ എടത്തുവ ചർച്ച് വികാരിക്ക് സാധിക്കും. ഇതുമല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതാക്കന്മാർക്കോ ഇനി അതിനും മുതിർന്ന തിയോളജിക്കലി പഠിപ്പിക്കുന്ന ആളുകൾക്കോ ആർക്കു വേണമെങ്കിലും സാധിക്കും. ആരാണെങ്കിലും തികച്ചും സ്വാഗതം. നിങ്ങളുടെ ന്യായീകരണങ്ങൾ കേൾക്കാൻ ഞാൻ കാതോർത്തിരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു ഒരു കത്തോലിക്ക വിശ്വാസിയായി തന്നെ മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. യാതൊരു വിധത്തിലും ഞാൻ ജനിച്ചു വളർന്ന് ഇന്നും നിലനിൽക്കുന്ന ഈ സഭയിൽ നിന്നും പോകാൻ ഒരു ഉദ്ദേശവുമില്ല. പക്ഷേ സഭയിലുള്ള ഇത്തരം തിന്മകളെ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ക്രിസ്തീയമല്ലാതെ വിശ്വാസികളെ തിന്മയിലേക്ക് നയിക്കുന്ന, വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന, വിശ്വാസികളെ നരകത്തിലേക്ക് വിടാൻ നിങ്ങൾ ചെയ്തു വെക്കുന്ന ഈ പ്രവൃത്തിയെ ലോകത്തിന് മുൻപിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ചെല്ലുന്ന ദിവസം കുറച്ച് വൈകിയാണ് ചെല്ലുന്നത്. സമയം കുറച്ച് ദീർഘിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കോഴികളെ നേർച്ച വയ്ക്കുന്ന രീതികൾ ഞങ്ങൾക്ക് കൂടുതലായി ഷൂട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും ഒരു സ്നേഹവാനായ ഒരു ചേട്ടൻ, വർഷങ്ങളായി എല്ലാ വർഷവും കൂടെ വരുന്ന ഒരു ചേട്ടനോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അതിനെന്താ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം, ഞാൻ കോഴിയെ കൊണ്ട് എന്തായാലും പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം എന്ന് വളരെ സന്തോഷത്തോടു കൂടെ ഞങ്ങളെ അനുവദിച്ച ആ ചേട്ടന് പിന്നാലെ നമുക്കിതാ യാത്ര ചെയ്യാം. സ്ഥിരമായി എന്താണ് ഇവർ ചെയ്യുന്നത്? ഒരു കോഴിയെ കൊണ്ട് ചർച്ചിലോട്ട് വരും. ചർച്ചിൽ അവിടെ കോഴിയെ നേർച്ച കൊടുക്കേണ്ടവർക്ക് നേർച്ച കൊടുക്കാം. ഇനി അല്ല, കോഴിയുടെ പണം കൊടുക്കേണ്ടവർക്ക് ആ കോഴിയുടെ പൈസ എത്രയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, ആ പണം തന്നെ അവിടെ നേർച്ചയായിട്ട് പുണ്യാളന് കൊടുക്കാം. ഇനി വീട്ടിൽ പാമ്പ് കയറാതിരിക്കാൻ, പാമ്പിൻ്റെ യാതൊരുവിധ ശല്യവും ഇല്ലാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. പാമ്പോ ഇങ്ങനെയുള്ള ഇഴജന്തുക്കളിൽ നിന്നും സംരക്ഷണം നേടേണ്ടതിന് നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി ഇതാണ്. പുണ്യാളന് ഒരു കോഴിയെ കൊടുക്കുക. പുണ്യാളന് കുറച്ച് കോഴിയിറച്ചി ഇഷ്ടമാണ്. അദ്ദേഹം ആ കോഴിയെ സ്വീകരിച്ച് നിങ്ങളുടെ വീട്ടിലെ പാമ്പിനെ കൊല്ലാൻ ഒരു വടിയുമായി നിങ്ങളുടെ ഭവനത്തിന് മുൻപിൽ വന്ന് നിൽക്കുമെന്നാണ് പ്രധാനപ്പെട്ട ഐതിഹ്യവും വിശ്വാസവും. ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ എടപ്പള്ളി പോകാത്തവനും ഈ കോഴി നേർച്ച ചെയ്യാത്തവനും ഈ പരിപാടി ഒന്നും ചെയ്യാത്ത വിശുദ്ധനാണ് എന്നൊരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ കഴിഞ്ഞ 13 വർഷം മുൻപ് വരെ എല്ലാ വർഷവും എടപ്പള്ളിയിൽ പോയി കോഴി നേർച്ച നടത്തി, കോഴിയെ തിന്ന് കള്ളു കുടിച്ച് അച്ഛന്മാരോട് കൂടെ, കൊച്ചച്ഛന്മാരോട് കൂടെ ഇരുന്ന് കള്ളു കുടിച്ച ഒരു പഴയ പാരമ്പര്യവും ചരിത്രവും എനിക്കുമുണ്ട് എന്നുള്ളത് ഇതിനാൽ തന്നെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അജ്ഞതയുടെ കാലം ദൈവം മറക്കും, പക്ഷേ അറിവ് നൽകുന്നൊരു കാലമുണ്ട്, സത്യം വെളിപ്പെടുന്നൊരു കാലമുണ്ട്, തിരിച്ചറിവിൻ്റെ ഒരു കാലമുണ്ട്. കുഞ്ഞായിരുന്നപ്പോൾ എവിടെയെങ്കിലും തട്ടി വീണു എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ എഴുന്നേറ്റ് നടക്കാൻ പ്രായമാകുമ്പോഴും അറിവിൻ്റെ കാലഘട്ടത്തിലും സ്വയം തിരിച്ചറിവ് വരുന്ന കാലഘട്ടത്തിലും വീണ്ടും അതേ തെറ്റിലേക്ക് പോകുന്ന ഓരോ ക്രിസ്തീയ വിശ്വാസിയോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഇസ്രായേൽ ജനത്തോട് കരുണ കാണിക്കാത്തൊരു ദൈവമുണ്ട്. തായ്തണ്ടിനെ വെട്ടിക്കൊണ്ട് വിജാതീയമായ നമ്മളെ, ആ കാട്ടൊലിവായിരുന്ന നമ്മളെ നല്ല ഒലിവിനോട് വെട്ടിച്ചേർത്ത ഒരു കർത്താവുണ്ട്. ആ കർത്താവ് യാതൊരുവിധ ദാക്ഷിണ്യവും സ്വന്തമായ തണ്ടിനോട് കാണിച്ചിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു നിന്നോടും കാണിക്കത്തില്ല. തിന്മയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇത്തരം വിജാതീയമായ ആരാധന രീതികൾ, ദൈവം വെറുക്കുന്ന മ്ലേച്ഛകരമായ ആരാധന രീതികളാണ്
ഇനിയും നമ്മൾ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ ശിക്ഷാവിധി ദൈവത്തിൽ നിന്നും ഈ വിശുദ്ധ ബൈബിൾ പ്രകാരം അനുഭവിക്കേണ്ടി വരുമെന്ന് ദൈവവചനപ്രകാരം പറയുക തന്നെ ചെയ്യും. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരെങ്കിലും ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിൽ നിന്നും പിന്മാറണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പണമല്ലാതെ യാതൊരുവിധ സംരക്ഷണവും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കത്തില്ല. സ്വർഗസ്ഥനായ ദൈവത്തിൽ നിന്നല്ലാതെ, സർവശക്തനായ കർത്താവിൽ നിന്നല്ലാതെ, യേശുവിൽ നിന്നല്ലാതെ യാതൊരുവിധ സംരക്ഷണവും നിങ്ങൾക്ക് ഇത്തരം വിജാതീയ വിഗ്രഹങ്ങളിൽ നിന്നോ ഇത്തരം ഐതിഹ്യ കഥകളിൽ നിന്നോ നിങ്ങൾക്ക് ലഭിക്കത്തില്ല എന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം, കർത്താവിൻ്റെ സംരക്ഷണം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.